ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് വെടിനിർത്തലോടെ അയവ് വന്നതിനാൽ IPL മത്സരങ്ങൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി BCCI. താരങ്ങളെല്ലാം ചൊവ്വാഴ്ചയ്ക്കകം ടീമിനോടൊപ്പം ചേരണമെന്നാണ് BCCI ഫ്രാഞ്ചൈസികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് മെയ് 15, 16 തീയതികളിൽ IPL മത്സരങ്ങൾ ആരംഭിച്ചേക്കും. പുതുക്കിയ മത്സരക്രമങ്ങൾ വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. പ്ലേ ഓഫുകളും ഫൈനലും ഉൾപ്പെടെ 17 മത്സരങ്ങൾ IPL ഇനി നടത്താനുള്ളത്. പാതി വഴിക്ക് ഉപേക്ഷിച്ച പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ മത്സരം വീണ്ടും നടത്തും. പഞ്ചാബിന്റെ മത്സരങ്ങൾ ധർമ്മശാല ഗ്രൗണ്ടിൽ നിന്നും മാറ്റി മറ്റേതെങ്കിലും വേദികളിൽ കളിക്കാനാകും സാധ്യത. മത്സരങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി എല്ലാ ദിവസവും 2 മത്സരങ്ങൾ വീതം നടത്തിയേക്കും. IPL പോരാട്ടങ്ങൾ വീണ്ടും ആരംഭിക്കുമ്പോൾ വിദേശ താരങ്ങളുടെ ലഭ്യത എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല. IPL ഒരാഴ്ച ഇടവേള വന്നതോടെ ഭൂരിഭാഗം വിദേശ താരങ്ങളും നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ ഓസ്ട്രേലിയൻ താരങ്ങൾ ഇന്ത്യയിലേക്ക് പോകില്ലെന്ന് ചില ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചതിനാൽ ഈ ടീമുകൾക്കുള്ള വിദേശ താരങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം ജൂൺ 11-നാണ് തുടങ്ങുന്നത്. ഫൈനൽ പോരിന് തയ്യാറെടുക്കുന്നതിനാൽ പാറ്റ് കമ്മിൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്ത്യയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയില്ല. താരങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും BCCIയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ CEO റോഡ് ഗ്രീൻബർഗ് പ്രതികരിച്ചു. കമ്മിൻസിന് പുറമെ ജോഷ് ഹേസൽവുഡ്, മിച്ചൽ സ്റ്റാർക്ക്, മാർക്ക് സ്റ്റോയിനസ്, മിച്ചൽ മാർഷ്, നേതൻ എല്ലിസ്, ആരൺ ഹാർഡി, സേവിയർ ബാറ്റ്ലർ എന്നിവർ IPL കളിക്കുന്ന മറ്റ് ഓസ്ട്രേലിയൻ താരങ്ങൾ. ഓസ്ട്രേലിയയുടെ മുൻ താരം റിക്കി പോണ്ടിംഗ് ആണ് പഞ്ചാബ് കിങ്സിന്റെ പരിശീലകൻ.